ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കളർ പേപ്പറുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഈ 3 കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കളർ പേപ്പർ നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ഇതേപോലെ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ. ഈ കളറും അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതിലേക്ക് വേണ്ടത് നൂൽക്കമ്പി അല്ലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, ഈർക്കിലിയാണ്. ഈർക്കിലി എടുത്ത് നമുക്കിതേപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും വീതി വേണമെന്നില്ല, വീതി കുറച്ചായാലും മതി കേട്ടോ. വീതി കുറച്ചായാലും നമുക്ക് ഇച്ചിരി എടുത്താൽ മതി. ഇതൊന്ന് ഇതിലേക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യം. ആ മഞ്ഞ കളർ പോലെയുള്ളതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും മതി കേട്ടോ, ഈ വീതി മതി. ഇത് നമുക്ക് ഈർക്കിലിയിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം. ഇത് ഞാനൊന്ന് ഈർക്കിലിയിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അല്പം പശ ഇതിലേക്കൊന്ന് തൂത്ത് കൊടുക്കാം. തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഈർക്കിലിയിൽ വെച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഈ മഞ്ഞ കളറും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക്, ഈ പച്ചയുടെ പുറത്തേക്ക് നമുക്ക് മഞ്ഞ കളറും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ തന്നെ ഞാൻ എടുത്തൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അത് ഇച്ചിരി മേളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ചുറ്റി കൊടുത്താൽ മതി. അല്പം ഇങ്ങനെയൊന്ന് മേളിലേക്ക് കയറ്റിയതിന് ശേഷം ഇത് ഒന്ന് ചുറ്റി കൊടുക്കുക. നമുക്ക് പശ വെച്ച് തൂക്കണമെന്നുണ്ടെങ്കിൽ പശ വെച്ച് തൂത്തും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏറ്റവും അവസാനമായിട്ടാണ് പശ വെച്ച് അതിലേക്ക് തൂക്കാനിരിക്കുന്നത്. ആദ്യം തന്നെ പശ വെച്ച് തൂക്കണമെന്നുണ്ടെങ്കിൽ പശ വെച്ച് തൂത്തതിന് ശേഷം നമുക്ക് ഫെവിക്കോൾ വെച്ച് തൂത്തതിന് ശേഷം നമുക്ക് ചുറ്റി കൊടുത്താലും മതി. ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ കണ്ടു നടുക്ക് ഇതേപോലെ ഗ്രീൻ കളറും ഇവിടെ ഇങ്ങനെ ഈ കളറും കൂടെ നമുക്ക് കിട്ടും. അതിന് ശേഷം പെറ്റൽ നമുക്ക് ഇതേപോലെ നമുക്ക് പെറ്റൽ വെട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത്രയുള്ളൊരു ഷീറ്റ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ചെയ്തുകൊണ്ട് അത് മടങ്ങി തന്നെ ഇരിക്കുന്നത്. ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള പേപ്പറുകളാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെയൊന്ന് മടക്കി രണ്ടായിട്ടൊന്ന് മടക്കുക. മടക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ പെറ്റൽ വെട്ടിയെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തു. അതിന് ശേഷം നമുക്ക് പെറ്റൽ ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം. ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കാം. അപ്പം നമുക്കിത് ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ഈ ഷേപ്പിൽ ഹാർട്ടിൻ്റെ ഷേപ്പ്, ഈ ഷേപ്പിലുള്ള പെറ്റലുകൾ നമുക്ക് വെട്ടിയെടുക്കാം. അതിന് ശേഷം കത്രികയുടെ അറ്റം കൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു സൈഡൊന്ന് വളച്ചു കൊടുക്കാം. ഒരു സൈഡ് മാത്രം ഒന്ന് വളച്ച് കൊടുത്താൽ മതി കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡ്, എല്ലാത്തിൻ്റെയും വേണ്ട, ഒരു 3-4 എണ്ണത്തിൻ്റെ മാത്രം മതി. ഇതേപോലെ ഒരു 4-5 പെറ്റലുകളാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ആദ്യം നമുക്കൊരു ഫെവിക്കോൾ തൂത്ത് നമുക്ക് ആദ്യം ഒരു പെറ്റൽ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതെങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്തത് വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഈ വളച്ചു വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇങ്ങനെ ഒരു സൈഡ് നമുക്ക് വളച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം അടുത്ത് ചേർന്ന് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതെല്ലാം ചേർന്ന് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമുക്ക് ഇതിന് ചുറ്റിനും നമുക്ക് ഇതേപോലെ പൂക്കളൊട്ട് ഈ പെറ്റലുകൾ ഓരോന്നും ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്ന ഓരോ പെറ്റലുകളും വേണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഒരു സൈഡ് മാത്രം നമ്മൾ ഇതേപോലെ ഒന്ന് വളച്ച് കൊടുത്താൽ മതി. അവസാനത്തെ പെറ്റൽ ഇതേപോലെ ഒന്നും കൂടെ ഒരെണ്ണം കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് ഗ്രീൻ കളർ ടേപ്പ് ചുറ്റുമോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നാലും മതി. കവർ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഗ്രീൻ്റെ കളർ പേപ്പർ ചുറ്റിയാലും മതി കേട്ടോ. ഇതേപോലെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഗ്രീൻ പേപ്പർ ചുറ്റുമോ കളർ പേപ്പർ ചുറ്റുമോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ കവർ ചുറ്റുമോ അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റുമോ ചെയ്തെടുത്ത് നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്ന പൂക്കളൊക്കെ കേട്ടോ. നമുക്ക് കുറച്ച് കളർ പേപ്പർ മാത്രം മതി ഇതേപോലെ ചെയ്തെടുക്കാൻ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്